മധ്യവേനൽ അവധിക്കാലം ആസ്വദിക്കാനെത്തുന്ന വിനോദസഞ്ചാരികൾക്കായി മൂന്നാറിൽ ഗ്ലാസ് വാച്ച് ടവർ തുറന്നുകൊടുത്തു. ഡബിൾ ലൈനായി നിർമ്മിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും നീളമേറിയ ഗ്ലാസ് വാച്ച് ടവറാണ് മൂന്നാറിലേത്. ജില്ലാ വിനോദസഞ്ചാര വകുപ്പിന് കീഴിൽ ദേവികുളം റോഡിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് ആകാശക്കാഴ്ചകളും മൂന്നാറിന്റെ പ്രകൃതി സൗന്ദര്യവും ആസ്വദിക്കാൻ കഴിയും വിധത്തിൽ പുതിയ ഗ്ലാസ് വാച്ച് ടവർ നിർമ്മിച്ചിരിക്കുന്നത്. മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രങ്ങളിലൊന്നാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. വിവിധ തരത്തിലുള്ള പൂക്കളുടെ വർണ്ണശബളിതയാണ് ഗാർഡനിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നത്. ഗാർഡനിലെത്തുന്ന സഞ്ചാരികൾക്ക് ആസ്വാദനത്തിനൊപ്പം ഒരൽപ്പം സാഹസികതയ്ക്ക് കൂടി അവസരമൊരുക്കിയാണ് ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഗ്ലാസ് വാച്ച് ടവർ തുറന്നിട്ടുള്ളത്. ആകാശക്കാഴ്ചകളും മൂന്നാറിൻ്റെ പ്രകൃതി സൗന്ദര്യവും ആസ്വദിക്കാൻ കഴിയും വിധത്തിലാണ് പുതിയ ഗ്ലാസ് വാച്ച് ടവർ നിർമ്മിച്ചിരിക്കുന്നത്. ഡബിൾ ലൈനായി നിർമ്മിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും നീളമേറിയ ഗ്ലാസ് വാച്ച് ടവറാണ് മൂന്നാറിലേത്. Before you enter any glass bridge? No, this is the first time. Yeah, it's good. Initially, I felt nervous, but now it is. After coming few steps, it's good now. 3.60 കോടി രൂപയാണ് ഗ്ലാസ് വാച്ച് ടവറിൻ്റെ നിർമ്മാണ ചെലവ്. 34 മീറ്റർ നീളമുള്ള നടപ്പാതയിലൂടെ പോയാൽ ഭൂനിരപ്പിൽ നിന്ന് 300 മീറ്റർ ഉയരത്തിലുള്ള വാച്ച് ടവറിലെത്താം. ഒരേ സമയം 30 പേർക്ക് വാച്ച് ടവറിൽ കയറാം. സ്വകാര്യ പങ്കാളിത്തത്തോടെ ജില്ലയിൽ DTPC നടപ്പാക്കിയ രണ്ടാമത്തെ ഗ്ലാസ് വാച്ച് ടവറാണ് മൂന്നാറിലേത്. ആദ്യത്തേത് വാഗമണ്ണിലേതാണ്. മുതിർന്നവർക്ക് 250 രൂപയും കുട്ടികൾക്ക് 200 രൂപയുമാണ് ഗ്ലാസ് വാച്ച് ടവറിൽ കയറുന്നതിനുള്ള ടിക്കറ്റ് നിരക്ക്. സിറ്റി വിഷൻ, മൂന്നാർ.